നമ്മളൊരു ഡ്യൂട്ടി ചെയ്യാനായി നിയോഗിക്കപ്പെടുമ്പോൾ ആ ഡ്യൂട്ടിയിൽ എത്രമാത്രം നമ്മൾ ആത്മാർത്ഥതയും സത്യസന്ധതയോടെയും പെരുമാറുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അൾട്ടിമേറ്റ്ലി ദ റിസൾട്ട് ഈസ് ഇമ്പോർട്ടന്റ്. ആ റിസൾട്ട് നൽകാൻ കഴിയുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇഫ് യു ഗോ ത്രൂ ദിസ് എൻറ്റയർ കരിയർ, I can very well say that he is a result-oriented person, and he had contributed a lot for the state of Kerala in different capacities. An IPS officer who belongs to Delhi, but we are not consider him as a Delhiite, we always consider him as a Keralite, as a Malayali. He speaks very well in Malayalam. Most of the IPS officers and IAS officers will not prefer to speak in Malayalam, but he always speaks in Malayalam. I wanted to speak to him in Hindi, but he will speak to me in Malayalam. So I am very happy. Of course, in our official field, we have to retire some time. You also will retire at some point of time. It is obvious. നമ്മൾ എന്തായാലും റിട്ടയർ ചെയ്യേണ്ടി വരും. റിട്ടയർമെന്റ് ഇല്ലാത്ത ഏക ജോലി രാഷ്ട്രീയ പ്രവർത്തനമാണ്, അല്ലേ? പക്ഷേ ഞങ്ങളൊക്കെ ഒരു വലിയ കാലഘട്ടമില്ലാതെ റിട്ടയർ ചെയ്യും. എന്നാൽ എനിക്കൊരു ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാലം വരെ തുടരുക എന്നുള്ളതല്ലാതെ നമ്മളെല്ലാവരും റിട്ടയർ ചെയ്താലും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരാണ്. ശ്രീ നിതിൻ അഗർവാൾ, in his entire career, he has proved his efficiency in serving the people of Kerala. അത് ഞാൻ ഒരിക്കലും മറക്കില്ല. On behalf of the people of Kerala, I congratulate him for his meritorious service in Kerala Police as an IPS officer. And also, I feel that most of the IPS officers who worked in Kerala, IAS officers, they will prefer to be in Kerala than their home states. So many people are like that. So, ധാരാളം ആളുകൾ IAS IPS പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ കേരളത്തിൽ പ്രവർത്തിച്ചിട്ട് റിട്ടയർ ചെയ്ത് അവർ കേരളത്തിൽ തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുന്നു. And Kerala is so beautiful. The climate and other circumstances are very good for everybody to live. It's a God's own country. I wish him all the best as a Home Minister of the state. On behalf of the Home Ministry and the people of Kerala, I wish him success, and his retirement life will be peaceful, and he can definitely be proud of his career, glorious career which he had been in this സ്റ്റേറ്റ് ഓഫ് കേരള. ഈ സന്ദർഭത്തിൽ ബഹുമാനായ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ മലയാളത്തിൽ എന്നും അഭിമാനമായി നമ്മളെല്ലാവരും കാണുന്ന ചലച്ചിത്ര താരം ശ്രീ മോഹൻലാൽ അദ്ദേഹത്തിന്റെ സന്ദേശം ശ്രീ നിതിൻ അഗർവാൾ ആവശ്യപ്പെട്ട പ്രകാരം നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന് സിനിമക്കാരോടൊക്കെ വലിയ അടുപ്പമുള്ള ഒരാളാണ്. അമിതാഭ് ബച്ചനുമായിട്ട് അദ്ദേഹം എന്നോട് അതിന്റെ കഥ പറഞ്ഞിട്ടുണ്ട്. അമിതാഭ് ബച്ചനോടൊപ്പം നിന്ന് ഒരു ഡോക്യുമെന്ററി, അല്ലേ? ഡോക്യുമെന്ററി സാധാരണഗതിയിൽ ആ കാലഘട്ടത്തിൽ അമിതാഭ് ബച്ചന്റെ ഒരു ഡോക്യുമെന്ററി ഉണ്ടാക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. പക്ഷെ BSF-ൽ ജോലി ചെയ്യുന്ന കാലത്ത് അദ്ദേഹം അമിതാഭ് ബച്ചനോടൊപ്പം നിന്നുകൊണ്ട് ഒരു ഡോക്യുമെന്ററി തയ്യാറാക്കിയുണ്ടായി. സ്റ്റിൽ ഇറ്റ് ഈസ് ആൻ ഹിസ്റ്ററി ഇൻ ദ റെക്കോർഡ് ഓഫ് ഇൻ BSF. സോ മോഹൻലാൽ അങ്ങനെ ഒരു ഡോക്യുമെന്ററിക്ക് ആശംസകൾ നേർന്നതിന് അദ്ദേഹത്തോടും പ്രത്യേകം നന്ദി പറയുന്നു. ഈസ് അവർ തൂഫാൻ വാരിയർ. Mohanlal is our Tufan warrior. So I thank Mr. Mohanlal also for his message to the fire and rescue services. So with these words, I feel that I will conclude. I wish you all the best. Once again, he and his family both are here. I wish him all success. ഭാവിയിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ അംഗീകാരവും വസന്തവും പ്രവർത്തനക്ഷമതയും ഉണ്ടാകട്ടെ. I think that you have to write a book also about this. Yes,
your service story you can write so that it will be useful for the people who for the coming generations. It will be good. So ഇത്രയും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാ ആരോഗ്യ സൗഖ്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലെ നിങ്ങളെല്ലാവർക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. ഡോക്യുമെന്ററി പ്രകാശനം ചെയ്തതായി അറിയിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.